5 ചട്ടി വയ്ക്കാവുന്ന റിലീസ് സിസ്റ്റമാണ്. 5 ചട്ടി എന്ന് പറഞ്ഞാൽ 15 ഇഞ്ച് വ്യാസമുള്ള 5 ചട്ടികൾ. അധികം ചിലവ് കൂടാതെ 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം 5 പീസ് സ്ക്വയർ പൈപ്പ് 19.6 ഫീറ്റ് നീളമുള്ള വരുന്നതല്ലാതെ തന്നെയാണ്. 19.6 ഒരു ഫുൾ ലെങ്ത് പൈപ്പ് വരുന്നത്. ഇതൊരു 5 പൈപ്പ് മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ പീസ് കട്ട് ചെയ്ത് ഈ ഷേപ്പിലാക്കി എടുക്കാം. 6 അടിക്ക് ഒരു 10 പീസ് കട്ട് ചെയ്യേണ്ടി വരും. 6 അടിക്ക് 20.5 ഇഞ്ച്. ഇതിൽ ഒരു 16 പീസ് ഇതുപോലെ അടിയിൽ വയ്ക്കാം. ഓരോ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ വയ്ക്കാം. ചട്ടി ഇരിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് എല്ലാ പിന്നെ സൈഡുകളിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള അങ്ങനെ എല്ലാം കൂടി ഒരു 16 പീസ് 20.5 ഇഞ്ചിൽ വേണ്ടി വരും. പിന്നെ ഒരു 6 ഫീറ്റിൽ ഒരു 10 പീസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെൽഡ് ചെയ്തെടുക്കാം. ഒരു പീസ് മുകളിൽ നടുക്ക് സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരു 6.5 അടി മതി. ഒരു പീസ് ഇങ്ങനെ ഏറ്റവും മുകളിൽ വയ്ക്കാനുള്ളത്. അങ്ങനെ അതായത് 8 ദിവസം പണി. ഒരു വെൽഡർ വിളിച്ച് കഴിഞ്ഞാൽ ഒരു 8 ദിവസം കൊണ്ട് വെൽഡ് ചെയ്ത് വെൽഡിങ് കാരണം ഏകദേശം ഒരു 1000 റുപ്യ വെൽഡിങ്ങിന് വരും. പിന്നെ ഈ പൈപ്പിൻ്റെ പൈസ വരും. 5 പൈപ്പുകളുടെ പൈസ വരും. പിന്നെ ഇതിന് അപ്പോക്സി പെയിൻ്റ് അടിക്കണം തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി. അപ്പോക്സി 1/2 ലിറ്ററിൻ്റെ അപ്പോക്സി പെയിൻറ്റും പിന്നെ ടിന്നറും 1/2 ലിറ്ററിൻ്റെ ടിന്നറ് 2 ഇഞ്ചിൻ്റെ ഒരു ബ്രഷും ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് മേടിക്കാം. പിന്നെ ഇവിടെ ഈ റിലീസും ഉണ്ടോ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്. ആദ്യം ഉണ്ടാക്കിയത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മിഡിലുള്ളതിൻ്റെ സെൻറ്ററിൽ ഓരോ കൊടുത്തിട്ടുണ്ട്. മുകളിലുണ്ട് സെൻറ്ററിലുണ്ട്. അതിൻ്റെ വ്യത്യാസം അതിൽ സെൻറ്ററിൽ കൊടുത്തിട്ടില്ല. സെൻറ്ററിൽ മിഡിലില്ല. മുകളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മിഡിലിൽ പൈപ്പ്. പിന്നെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലോർ അടിയിലാണ് അതിൻ്റെ ചട്ടികൾ. 5 ചട്ടികൾ വെച്ച് അടിയിലാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അടിയിൽ എന്ന് വെച്ചാൽ ഒരു അരടി ഹൈറ്റിൽ ഭൂമിയിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് 1 അടി ഹൈറ്റ് ഇതാണ് നിൽക്കുന്നത് ഈ ചട്ടികൾ. ഈ ചട്ടി നിൽക്കുന്നത് ഏകദേശം 2 അടി ഹൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും വളർച്ച ഇതിന് നേരത്തെ കിട്ടും. ഉണ്ടോ അത്രയും വളരണ്ട. അതിന് മുമ്പേ നമുക്ക് കിടന്നത് ഇങ്ങനെ വളച്ച് ഫോൾഡ് ചെയ്യാൻ പറ്റും. ചെടീനെ ഇങ്ങനെ മറയ്ക്കാൻ പറ്റും. ഇതിൽ നിന്ന് മറയ്ക്കാൻ പറ്റും. അത്രയും നമുക്ക് സമയം ലാഭിക്കാം. വളരാനുള്ള സമയം ലാഭിക്കാം. ഈ ചെടിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഹൈറ്റ് ഇതിന് പ്രശ്നമല്ല. പിന്നെ ഇതിങ്ങനെ വളഞ്ഞ് ഫോൾഡ് ചെയ്ത് താഴേക്ക് കിടക്കുക എന്നുള്ളതാണ് ഇതിന് ഈ ചെടിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അത്ര ലാഭിക്കാൻ വേണ്ടിയാണ് ഈ ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ട് ഫ്ലോറിൽ നിന്ന് ഹൈറ്റ് കൂട്ടി 2 അടി ഹൈറ്റിലാണ് ഈ അടിയിലത്തെ ചട്ടി വയ്ക്കാനുള്ള ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ചട്ടി എത്ര വയ്ക്കുന്നതനുസരിച്ചിട്ട് വേണം, ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. മിഡിലുള്ള ഈ ചട്ടിയുടെ അടിയിൽ വയ്ക്കാനുള്ള സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 15 ഇഞ്ച് വ്യാസമുള്ള ചട്ടികളാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ചട്ടിക്ക് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം 15 ഇഞ്ചിൻ്റെ ചട്ടികളാണ് വ്യാസം. ഇപ്പോൾ കറക്റ്റ് ഒരു 5 ചട്ടി അതിനകത്തിരിക്കും. ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചിലവില്ലാണ്ട് തന്നെ ഈ ട്രെല്ലി സിസ്റ്റം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
ഇതിൽ എപ്പോക്സി പെയിൻ്റ് അടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ അതിൽ തുരുമ്പ് എടുക്കും. ഇതിന് ഞാനിപ്പോൾ മുഴുവൻ അടിച്ചിട്ടില്ല, അടിക്കണുള്ളൂ. അതിൻ്റെ മുഴുവൻ അടിച്ചതാണ്. ഇതിലെല്ലാം എപ്പോക്സി ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ പണി ബാക്കിയുണ്ട് കുറച്ച്. ഇപ്പോൾ ചട്ടി എടുത്ത് വെച്ചെന്നുള്ളൂ. പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, എപ്പോക്സി അടിക്കാനുണ്ട്. കുറച്ചും കൂടി കളിക്കും. അതിലടിച്ചതിൽ ബാക്കിയുണ്ടായത് എടുത്ത് അതിനകത്ത് അടിച്ചത്. അത് 1.5 ലിറ്റർ അടിച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെയിൻ്റ് കൊണ്ട് ഇതിലടിച്ചത്. ഇപ്പോൾ ഇതിന് വേറെ മേടിക്കണം. ഇപ്പോൾ 1 ലിറ്ററിന് മേടിക്കണം. എന്നിട്ട് വേണം ഇത് അടിക്കാനായിട്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഇത്ര ഒരു ദിവസം പണികളായിട്ട് റിലീസ് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടാക്കിയാൽ നമുക്ക് കാലകാലം അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അതുപോലെ ഇത് അടി ശ്രദ്ധിക്കണം. അടി ഹൈറ്റ് കൂട്ടി വയ്ക്കണം. എപ്പോഴും അടി ഹൈറ്റ് കൂട്ടി വയ്ക്കുന്നതാണ് നല്ലത്. ഈ ചട്ടിയിലെ വെള്ളം ഫുള്ളായിട്ട് ചോർന്ന് പോകാനും എല്ലാത്തിനും നല്ലത് ഇങ്ങനെ ഹൈറ്റ് കൂട്ടി വയ്ക്കുന്നത് നല്ലത്. ഹൈറ്റ് കൂട്ടി വെച്ചാൽ തന്നെ അതിൻ്റെ അത്ര വളർച്ച നമുക്ക് ഇപ്പോൾ 2 അടിയുടെ വളർച്ച നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇവിടെ നിന്ന് ഇത് ഫോൾഡ് ആവേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ഫോൾഡിങ് ആയിക്കഴിഞ്ഞാൽ ഇത് വെച്ചപ്പോൾ ഇതിനൊക്കെ ഫോൾഡ് ആയിക്കഴിഞ്ഞു പെട്ടെന്ന്. ഇതാണ് ഇത്തവണത്തെ ഇന്നലത്തെ വർക്കാണ്. ഇന്നലെ ഞാൻ തന്നെയാണ് പെയിൻറ്റിങ്ങൊക്കെ ഞാൻ തന്നെ ചെയ്ത്. വെൽഡിങ്ങിന് ഒരാളെ വിളിച്ച് വെൽഡ് ചെയ്യിച്ചത്. വെൽഡിങ് അറിയാവുന്നവർക്ക് സ്വയമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇതുപോലെ ഒരെണ്ണം ചെയ്യിച്ചാൽ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രില്ലിങ് ഉണ്ടാക്കാം.